السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله. وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر. سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. السلام عليكم. الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. ഈ പാറാട് കേന്ദ്രീകരിച്ചുകൊണ്ട് പാലിയേറ്റീവ് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു മുഖവുരയുടെ ആമുഖപ്രസംഗത്തിൻ്റെ ആവശ്യമില്ലാത്ത തരത്തിൽ നിസ്വാർത്ഥ സേവനം കൊണ്ട് ഇതിനകം തന്നെ എല്ലാവരുടെയും ഹൃദയത്തിൽ നെഞ്ചേറ്റിയിട്ടുള്ള ആശ്വാസ് പാറാട്, അതിൻ്റെ പ്രവർത്തന പദത്തിൽ പുതിയൊരു കാൽവെപ്പ്
ഫിസിയോതെറാപ്പി ചികിത്സ ഉദ്ദേശം വെച്ചുകൊണ്ട് ഫിസിയോ കെയർ എന്നുള്ളൊരു സംരംഭത്തിന് ഇവിടെ ഇന്ന് ഉദ്ഘാടനം കുറിക്കുകയാണ്. 8 വർഷത്തിന് മുമ്പ് ഇതുപോലൊരു സായാഹ്നത്തിൽ ഈ പ്രദേശത്തെ ഒരു പറ്റം ചെറുപ്പക്കാർ ഇങ്ങനെ ഇരുന്ന് ചൊറ പറയുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ഉദിച്ചിട്ടുള്ള ഒരു ആശയമായിരുന്നു, ഈ നശ്വരമായ മനുഷ്യ ജീവിതത്തിൽ സഹജീവികൾക്ക് സഹായമായി കാരുണ്യത്തിൻ്റെ നീരുറവ് വറ്റാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ മനസ്സിൽ ഉദിച്ചിട്ടുള്ളൊരു ആശയം പിന്നീട് 2-3 സിറ്റിങ്ങുകളിലൂടെ അത് ഏത് രീതിയിൽ എങ്ങനെ നമ്മുടെ പ്രദേശത്തുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് അത് ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയോ സാമുദായികതയോ വേലിക്കെട്ടില്ലാതെ സമൂഹത്തിനെല്ലാം ഗുണകരമാകുന്ന രീതിയിൽ സർവശക്തൻ്റെ പ്രീതി, അനുഗ്രഹം അതൊന്നു മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആശ്വാസ് പാറാട് എന്നുള്ള നാമധേയം സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 8 വർഷമായി പ്രവർത്തിച്ചു വരികയാണ്. ഒരു സ്വാഗത ഭാഷകൻ എന്നുള്ള നിലക്ക് കൂടുതലൊന്നും ഞാൻ ഈ സന്ദർഭത്തിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ ഉദ്ഘാടന കർമ്മം തന്നെ ഏതാനും നിമിഷങ്ങൾക്കകം ഉദ്ഘാടകൻ ഇവിടെ എത്തിച്ചേരാൻ പോവുകയാണ്. ഉദ്ഘാടന കർമ്മത്തിനു ശേഷം ഇവിടെ പ്രഭാഷണമുണ്ട്. അനുഗ്രഹ ഭാഷണങ്ങളായിട്ടുള്ള നമ്മുടെ MLA അടക്കമുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ വേദിയിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു നീണ്ട സ്വാഗത ഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. ആശ്വാസിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ ഫിസിയോ കെയർ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ വായിച്ച പത്രദ്വാര കേരളത്തിൻ്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നമ്മളൊക്കെ വായിച്ചതാണ്. മുഖ്യമന്ത്രി പത്രപ്രസ്താവനയിൽ കണ്ടത് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നീരസം, ഒരു അഭിപ്രായ പ്രകടനമായിരുന്നു. അതിൽ പറഞ്ഞത് കേരളത്തിൻ്റെ ഈ സ്വകാര്യ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ സ്വകാര്യ ആശുപത്രികൾ, ആ ആശുപത്രികളിൽ രോഗികളായി എത്തുന്ന രോഗികൾക്കൊക്കെ അവരുടെ രോഗം മൂർച്ഛിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രോഗവുമായി ആശുപത്രിയിൽ ചെന്നാൽ ഇതെങ്ങനെ ഇവിടുന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്നുള്ള ഒരു വേവലാതി. കാരണം ഒരു സാധാരണക്കാരന് ചികിത്സ ലഭ്യമാക്കുക എന്ന് പറയുന്നത് അത് അവൻ്റെ രോഗത്തേക്കാൾ അവനെ അലട്ടുന്നൊരു മാനസിക വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചികിത്സയ്ക്ക് വരുന്ന വർദ്ധിച്ച ചിലവാണ് ബഹുമാന്യ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പത്രപ്രസ്താവന വളരെ ശ്ലാഘനീയമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് കേരളത്തിലെ സ്വകാര്യ ആതുരാലയങ്ങളോട്, ആശുപത്രികളോടുള്ളൊരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ രോഗികളോട് ആ രീതിയിൽ തന്നെ കണക്കിലെടുത്തു വേണം നിങ്ങളുടെ ചികിത്സ നടത്തണമെന്നുള്ളതാണ് ആ പത്രപ്രസ്താവത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഇവിടെയും ബഹുമാന്യായ MLA സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുന്നത്, കേരളത്തിലെ ഈ ചികിത്സാ സമ്പ്രദായത്തിനൊക്കെ സാധാരണക്കാരന് അഫോർഡബിൾ അല്ലാത്ത വർദ്ധിച്ചു വരുന്ന ചിലവുകളുടെ ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ പാവപ്പെട്ട നിരാലംബരും നിരാശ്രിതരുമായിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിലൂടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും ഒരുപാട് സംഘടനകൾ നമ്മുടെ നാട്ടിൽ തലങ്കം വിലങ്ങ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ ആംബുലൻസുകളും മറ്റ് ഹോം കെയർ വാഹനങ്ങളുടെയും ബാഹുല്യം നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ ചേർത്ത് പിടിക്കുന്നു, അതൊക്കെ വിജയിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിസ്വാർത്ഥമായിട്ടുള്ള ഇത്തരം സേവനങ്ങൾ ആളുകൾക്ക് സൗജന്യമായൊരു വെളിപ്പുറത്ത് എത്തിക്കാൻ വേണ്ടി നമ്മുടെ നാട്, പ്രത്യേകിച്ച് കാരുണ്യത്തിൻ്റെ നീരുറവ് വറ്റാത്ത ഈ പ്രദേശം നമ്മുടെ നാട് ചേർത്ത് പിടിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചയിലാണ് ആശ്വാസനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യത്തോടു കൂടി നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്. നമ്മുടെ നാടും നമ്മുടെ നാട്ടുകാർ കൈകോർത്തുകൊണ്ട് ഈ ആശ്വാസനെ ഇവിടെ നിലനിർത്തണം എന്നുള്ള അഭിപ്രായത്തിൻ്റെ പുറത്താണ് കഴിഞ്ഞ 8 വർഷമായി നമ്മൾ ഇവിടെ നിത്യരോഗികളായിട്ടുള്ള ആളുകൾക്ക്, കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്ക്, സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള വൈജാത്യങ്ങളും കാണിക്കാതെ, വേർതിരിവ് കാണിക്കാതെ അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ചികിത്സക്കുള്ള മരുന്നുകൾ 92ഓളം ആളുകൾക്ക്, പാവപ്പെട്ട രോഗികൾക്ക്
നമ്മൾ ഇവിടെ മരുന്ന് പ്രതിമാസം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹോം കെയർ വാഹനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട അംഗങ്ങൾ അവരുടെയൊക്കെ രക്ഷിതാക്കളുടെയൊക്കെ ഓർമ്മകൾ മുൻനിർത്തിക്കൊണ്ട് ആശ്വാസത്തിന് സംഭാവന നൽകിയിട്ടുള്ള വാഹനങ്ങൾ കഴിഞ്ഞ കൊറോണ കാലത്ത് എങ്ങനെ നമുക്ക് ഉപകരിക്കപ്പെട്ടു എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യവുമില്ല. അപ്പോൾ സേവനത്തിൻ്റെ പാതയിൽ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പാറാട്ട് ആ രീതിയിലുള്ളൊരു സംരംഭമായ ഒരു പുത്തൻ കാൽവെപ്പായ ഒരു പുത്തൻ സംസ്കാരമായി ആശ്വാസ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള ആശ്വാസ് പുതിയൊരു കാൽവെപ്പോട് കൂടി ഫിസിയോതെറാപ്പി മേഖലയിലും നേരത്തെ ഇവിടെ അനൗൺസ് ചെയ്യപ്പെട്ടതുപോലെ ഫിസിയോതെറാപ്പിക്ക് കൂടാതെ ഇവിടെ കൗൺസിലിങ്ങും അതുപോലെ തന്നെ സോഷ്യൽ അവയർനെസ്സും റീഹാബിലിറ്റേഷൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ പദ്ധതികൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഈ സംരംഭം സമർപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആശ്വാസിൻ്റെ ചെയർമാൻ ഡോക്ടർ പുത്തൂർ മുസ്തഫ അവറുകളാണ്. ഔപചാരികതയുടെ പേരിൽ മാത്രം ഞാൻ ചെയർമാനെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 8 വർഷമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഈ പ്രസ്ഥാനത്തിന് രാഷ്ട്രീയമോ വിഭാഗീയമോ ആയ യാതൊരു പരിമിതികളുമില്ല. അത്തരം പരിമിതികൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് പാറാട് മഹല്ല് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റി ഓർഗനൈസേഷനാണ് ആശ്വാസ്. പരിമിതമായ വിഭവങ്ങൾ കൊണ്ട് പരമാവധി ആളുകളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആശ്വാസ് നാളിതുവരെ പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത്. ഉദ്ദേശം 250ഓളം അംഗങ്ങളാണ് ആശ്വാസിൽ ഉള്ളത്. പ്രവാസി സുഹൃത്തുക്കളുടെ
അകമഴിഞ്ഞ പിന്തുണ കൊണ്ടാണ് ആശ്വാസിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് എന്നുള്ളത് ഈ സമയത്ത് കൃതജ്ഞതയോടുകൂടി അനുസ്മരിക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ പങ്കുവഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും സർവാധിനാഥനായ രക്ഷിതാവ് കാരുണ്യവാനായ പടച്ചവൻ അതിനെല്ലാം അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും നൽകുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാക്കുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ സംരംഭം ഇപ്പോൾ ഇവിടെ ആരംഭിക്കുന്നത് ഫിസിയോ കെയർ എന്ന സ്ഥാപനം ആശ്വാസിൻ്റെ വൈസ് പ്രസിഡൻറ്റുമാരിൽ ഒരാളായ ബെൻസ് മഹമ്മൂദ് ഹാജി വിട്ടു നൽകിയ ഒരു കെട്ടിടത്തിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പെരിങ്ങത്തൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുക. അദ്ദേഹം പെരിങ്ങത്തൂരിൽ 4 മണിക്ക് മറ്റൊരു പരിപാടിയിൽ സംബന്ധിക്കാൻ ഇരിക്കുകയായി. ഇവിടെ പ്രസംഗിക്കേണ്ട PMA ഗഫൂർ വരുന്ന വഴിയിൽ എന്തോ ഒരു പ്രയാസത്തിൽപ്പെട്ടതായി അറിയിച്ചിട്ടുണ്ട്. എങ്കിലും എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അധ്യക്ഷൻ എന്ന നിലയിൽ കൂടുതൽ കാര്യങ്ങൾ ഈ സമയത്ത് പറയുന്നില്ല. കഴിഞ്ഞ ദിവസം ചേർന്ന ആശ്വാസ് വനിതാ കൂട്ടായ്മയുടെ യോഗം കുറേയധികം നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയുണ്ടായി. വനിതകൾക്ക് സംരംഭകത്വ പരിശീലനം നൽകുന്നതുൾപ്പെടെ അവരിൽ ചിലർക്കെങ്കിലും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് സഹായിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം വീട്ടമ്മമാരായ ആളുകൾക്ക് തങ്ങളുടെ ദൈനംദിന ജോലിക്ക് ഇടയിലുണ്ടാകുന്ന സ്വാഭാവികമായ ടെൻഷനും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നതിനാവശ്യമായ നിലയിൽ മറ്റ് പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. പ്രത്യേകിച്ച് അവരാവശ്യപ്പെട്ടത് പീസ് വില്ലേജൊക്കെ സന്ദർശിക്കാൻ അല്ലെങ്കിൽ തണൽ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനുള്ള സംവിധാനം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്ന്. പീസ് വില്ലേജിൻ്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട ബാലിൽ മഹൂദാജി ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ പല സ്ഥാപനങ്ങളുണ്ട്, CH സെൻറ്റർ ഉൾപ്പെടെയുള്ള PTH ഉൾപ്പെടെയുള്ള അത്തരം സ്ഥാപനങ്ങളിലൊക്കെ ഞങ്ങൾക്ക് പോയി അശരണരായ ആളുകളുടെ വേദനയിൽ സാധിക്കുന്ന നിലയിൽ പങ്കുചേരണമെന്നുള്ള നിലയിൽ അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെയുള്ളൊരു സന്ദർഭം ഉണ്ടാക്കി തരണമെന്ന്. അതോടൊപ്പം തന്നെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് പോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനും അവരാവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനായി ബഹുമാനപ്പെട്ട സമസ്തയുടെ സുന്നി മഹൽ ഫെഡറേഷൻ്റെ സാരഥികളെ ഞങ്ങൾ ഇതിനകം തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകൾ ഉൾപ്പെടെയുള്ള നടത്തുന്നതിന് വേണ്ടി ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരാൻ സമസ്തയുടെ SMF തയ്യാറായിട്ടുണ്ട് എന്നുള്ള കാര്യവും അറിയിക്കുക. മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ വിശദമായി ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ എത്തുന്നതിന് മുമ്പ് നമുക്ക് MLA പ്രസംഗം കേൾക്കാം. അതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. സമയം വെറുതെ നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല. അതിനിടയിൽ ആശംസാ പ്രസംഗങ്ങൾ നടക്കട്ടെ. അപ്പോഴേക്കും തങ്ങൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം. ഇൻഷാ അല്ലാഹ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സഹകരിച്ചവർക്ക് എല്ലാവർക്കും നന്ദി. തുടർന്നും എല്ലാ പിന്തുണയും എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കാർഷിക വികസന വഴിയിലൂടെ നിയോജക മണ്ഡലത്തെ നയിക്കുന്ന ഏറെ ബഹുമാന്യനായ കൂത്തുപറമ്പ് നിയോജക മണ്ഡലം MLA ശ്രീ KP മോഹനൻ അവർകളെ സംസാരിക്കാനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആശ്വാസ് ഫിസിയോ കെയർ സെൻ്ററിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ ഡോക്ടർ പുത്തൂർ മുസ്തഫ, ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേരുന്ന നമ്മുടെയൊക്കെ തന്നെ ആരാധ്യനായ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, മറ്റിവിടെ സ്വാഗതം പറഞ്ഞ അഡ്വക്കേറ്റ് KC അംജദ് മുനീർ അടക്കമുള്ള ആശ്വാസിൻ്റെ പ്രിയപ്പെട്ട സാരഥികളെ, വേദിയിലുള്ള ശ്രീ ഉബൈദുള്ള, മറ്റ് സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, അവിടെ പോയാൽ ആശ്വാസം ലഭിക്കും ഏത് കാര്യത്തിലായാലും. അതിന് സഹായകരമായിട്ട് നമ്മുടെ മുഹമ്മദ് ഭായിയും അതോടൊപ്പമുള്ള പലരും ഇങ്ങോട്ട് എത്തിച്ചേരുമ്പോൾ വലിയ രീതിയിലേക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മാറി
എല്ലാവർക്കും വേദനകളിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ബാജിൽ മുഹമ്മദ് ഹാജി, ഞാനവിടെ പീസ് വില്ലയിൽ പോയിരുന്നു. വളരെ ദയനീയമാണ് ഇവിടുത്തെ അശരണരായ ആളുകളുടെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. പക്ഷെ അവർക്കൊക്കെ തന്നെ ആശ്വാസം പകർന്നുകൊണ്ട് എല്ലാ കിടക്കയിലും ചെന്ന് ആശ്വാസം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അവർക്കൊക്കെ തന്നെ വേദന മാറ്റിയെടുക്കാനും ഫിസിയോതെറാപ്പിയും അതുപോലുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ നല്ല കാര്യങ്ങൾ വാക്കുകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് അവർക്കൊക്കെ തന്നെ വളരെയധികം ആശ്വാസം പകർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വലിയൊരു കേന്ദ്രമായിട്ടാണ് പീസ് വില്ലേജ് ഞാൻ കണ്ടത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ ഇവിടെ എസ് അക്കാദമി, അതൊക്കെ തന്നെ ഒരു എന്താ പറയുക, നമുക്ക് ആരും വിചാരിച്ചാൽ ആർക്കും അത് അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങി അതേ രൂപത്തിൽ എന്താണ് അർത്ഥം വെക്കുന്നത് അതേ രൂപത്തിൽ ചെയ്തു കൊടുക്കാൻ സാധ്യമല്ല. ഇതൊക്കെ തന്നെ എല്ലാ അർത്ഥത്തിലും പടച്ചവൻ സഹായിക്കുമെന്ന അല്ലെങ്കിൽ രക്ഷിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇത് ഓരോ മനുഷ്യൻ്റെയും മനസ്സിൻ്റെ ആഗ്രഹമാണ്. ഓരോ മനുഷ്യൻ്റെയും മനസ്സിൻ്റെ ആഗ്രഹമാണ്. എല്ലാവർക്കും ചെയ്യാൻ സാധ്യമല്ല. കാരണം സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. പക്ഷെ അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരുപാട് മനുഷ്യത്വങ്ങൾ ഇവിടെയുണ്ട്. ആ മനുഷ്യരുടെയൊക്കെ തന്നെ സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അശരണ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അശരണരും പീഡിതരുമായ ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വരിക എന്നത് നമ്മുടെ രാജ്യത്തെ എല്ലാവരുടെയും കടമയാണ്. ആ കടമയാണ് ഇവിടെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. എല്ലാ അർത്ഥത്തിലും ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിൻ്റെ ജനങ്ങളുടെ എല്ലാ വേദനകൾക്കും സംഹാരിയായിട്ട് മാറാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊക്കെ തന്നെ പ്രാർത്ഥിക്കാം. ഇത്തരം സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി നേതൃത്വം കൊടുക്കുന്നവരെയും എല്ലാ അർത്ഥത്തിലും പടച്ചവൻ രക്ഷിക്കട്ടെ എന്ന് നമുക്കൊക്കെ തന്നെ പ്രാർത്ഥിക്കാം. അതിൽ കൂടുതലായിട്ടൊന്നും കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളും അതോടുകൂടി നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ മനസ്സിലും കുറേ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇവിടെ നമ്മുടെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ ആളുകളും അവരാൽ കഴിയുന്ന സഹായങ്ങൾ ആർക്കൊക്കെ തന്നെ ചെയ്യാൻ കഴിയുമോ അതായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്നും കിടക്കാതെ ആശ്വാസിയൊക്കെയാറിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സർ. ആശ്വാസ് നീണ്ട 8 വർഷക്കാലം നമ്മളുമായി ഒരുമിച്ച് നമ്മുടെ മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു ചാരിറ്റി പ്രസ്ഥാനമാണ്. അതിലെന്നെ സംബന്ധിച്ചിടത്തോളം അതിലൊരു വളണ്ടിയറായും അതിനുവേണ്ടി നേതൃത്വം നൽകാൻ വേണ്ടിയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രദേശത്ത് നടത്തി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ വാർഡിലെ കാര്യങ്ങൾക്കൊക്കെ കിടപ്പ് രോഗികളും മറ്റുമൊക്കെ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് വിളിക്കുമ്പോൾ ഒന്നും നോക്കാതെ നേരത്തെ പറഞ്ഞതുപോലെ ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും സഹകരണം കൊണ്ടുകൊണ്ട് എല്ലാ മേഖലയിലും എത്തിപ്പെടാൻ ആശ്വാസനം കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
പ്രിയപ്പെട്ടവരെ, ഇവിടെ തുടക്കത്തിൽ സ്വാഗത പ്രാസംഗികൻ ഒരു കാര്യം പറയുണ്ടായി. കുറച്ച് ചെറുപ്പക്കാർ കൂടി സൊറ പറഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെയൊരു ആശയം അവരുടെ മുന്നിലേക്ക് വന്നത് എന്നുള്ളത്, അല്ല അവരുടെ മനസ്സിൽ വന്നത് എന്നുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, അവരുടെ ആ ഇരുത്തം എന്തായാലും വെറുതെ അല്ല, അത് കാര്യമായിട്ടുള്ള ഒരു ഇരുത്തമാണ്, ഈ നാടിന് വേണ്ടിയിട്ടുള്ള ഒരു ഇരുത്തമാണ് എന്നുള്ളത് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ ഒരു ആശ്വാസ് ഈ നാട്ടിലെയും പുറം നാട്ടിലെയും ആളുകൾക്ക് ഒരുപാട് ആശ്വാസം നൽകുന്ന ഒരു പദ്ധതിയായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. സ്വലാത്തു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ പുത്തൂർ മുസ്തഫ സാഹിബ് അവരുടെ, ബഹുമാനപ്പെട്ട MLA KP മോഹൻ, ബഹുമാനപ്പെട്ട മുഖ്യ പ്രഭാഷണം നടത്തുന്ന PMA ഗഫൂർ, വേദിയിലുള്ള മറ്റ് പണ്ഡിതന്മാരെ, നല്ലവരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ, വളരെ അനുഗ്രഹീതമായ സദസ്സിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പാറാട് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 8 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ആശ്വാസ് പാറാട് ആശ്വാസ് ഫിസിയോ കെയർ എന്ന ഈ സ്ഥാപനത്തിൻ്റെ കീഴിലായിക്കൊണ്ട് പുതുതായി ഇന്ന് ആരംഭിച്ച ഫിസിയോതെറാപ്പി സെൻ്ററിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞത്. കഴിഞ്ഞ 8 വർഷമായി ഈ പ്രദേശത്തെയും പരിസര പ്രദേശങ്ങളിലുമൊക്കെയുള്ള നിരവധി രോഗികൾക്ക് ആശ്വാസമായിക്കൊണ്ട് തന്നെ ആശ്വാസ് നിലനിൽക്കുകയാണ്. ജാതിമതത്തിനതീതമായി പ്രയാസപ്പെടുന്ന ആളുകളെ ചേർത്ത് പിടിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും പിന്തുണയും നൽകിക്കൊണ്ട് വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ആശ്വാസ് പാറാട് എന്ന പേരിലുള്ള ഈ സംവിധാനത്തിൻ്റെ കീഴിലായി കഴിഞ്ഞ 8 വർഷമായി നടക്കുന്നത്. ഹോം കെയർ യൂണിറ്റും അതുപോലെ തന്നെ മരുന്ന് വിതരണവും മറ്റ് സഹായ വിതരണമൊക്കെ ആയിക്കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ മറ്റൊരു കാൽവെപ്പായിക്കൊണ്ട് ഫിസിയോതെറാപ്പി മേഖലയിലേക്ക് ഇന്നു മുതൽ പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ നിരവധി ആളുകൾ അപകടങ്ങളിലും ഒക്കെ തന്നെ പെട്ട് അതുപോലെ തന്നെ സ്ട്രോക്ക് വന്നുകൊണ്ടൊക്കെ തന്നെ പ്രയാസപ്പെടുമ്പോൾ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഫിസിയോതെറാപ്പിയാണ് ഇന്ന് ആശ്വാസം നൽകുന്നത്. അപ്പോൾ ആ സംവിധാനം ഇവിടെ ഏർപ്പെടുത്തി സൗജന്യമായി തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകാൻ സാധിച്ചാൽ അത് സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വലിയൊരു അനുഗ്രഹമാണ് എന്നുള്ളത് യാതൊരുവിധ സംശയമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സഹകരണ മേഖലയിൽ പ്രവർത്തനത്തിൽ വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ആശ്വാസ് ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ് പ്രയാസപ്പെടുന്ന ആളുകളെ ചേർത്ത് പിടിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത്. ഭൂമിയിലുള്ളവരുടെ കരുണ കാണിച്ചാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുമെന്നുള്ള അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശമാണ് നമുക്കിത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാകുന്നത്. പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കുമ്പോൾ അവരുടെ പ്രയാസത്തെ മാറ്റുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രയാസത്തെയും അള്ളാഹു മാറ്റിത്തരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നാം സജീവമായി ഇടപെടേണ്ടത് വളരെ ആവശ്യമാണ്. വിശ്വാസികൾ പരസ്പരം ഒരു കെട്ടിടം പോലെയാണെന്ന് അതിൻ്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിൽ താങ്ങാണ് എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ കൂട്ടായ പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളും പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ ജീവകാരുണ്യ മേഖലയിൽ ഉണ്ടാവേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളതാണ്. ജീവകാരുണ്യ മേഖലയിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മകളാണ്
അനിവാര്യമായിട്ടുള്ളത്. നമുക്കറിയാം, വളരെ പ്രയാസപ്പെടുന്ന ആളുകൾ രോഗം കാരണം സാമ്പത്തികമായി സഹായമുള്ളവർ, അഭിവൃദ്ധിയുള്ളവർ പോലും രോഗം വന്നു കഴിഞ്ഞാൽ വളരെ പ്രയാസപ്പെടുന്ന കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. അപ്പോൾ അവർക്ക് ആശ്വാസമായി ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൂടെ, പരസ്പര സഹായങ്ങളിലൂടെ സഹായിക്കേണ്ടതും സഹകരിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആർക്കാണ് രോഗം വരുന്നതെന്ന്, പ്രയാസം വരുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ നാം പരസ്പരം സഹായിക്കാനും സഹകരിക്കാനും മുന്നോട്ട് വന്നാൽ അതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുക തന്നെ ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് സമ്പത്ത് നൽകുന്നതിലൂടെ ധാരാളം അനുഗ്രഹവും അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്വതക്കയാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഓരോ നാണയത്തുട്ടുകൾ. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയതൻ ഫലഹും അജ്റുൻ ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രാത്രിയും പകലും രഹസ്യമായി പരസ്യമായും ഒക്കെ തന്നെ സമ്പത്ത് ചെലവഴിക്കുന്നവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട്. അവർക്ക് ദുഃഖമോ വിഷമമോ ഇല്ല എന്നാണ്. അള്ളാഹുവിൻ്റെ മാർഗ്ഗമാണ്, അള്ളാഹു നമ്മൾ നിർദ്ദേശിച്ചതാണ് പ്രയാസപ്പെടുന്ന ആളുകൾ സഹായിക്കുക എന്നുള്ളത്. അത്തരത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലാർഹമായ പ്രവർത്തനമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നവരൊന്നാണ് ഈ തൊട്ടുകൾ. ഹോം കെയർ യൂണിറ്റ് നമുക്കറിയാം, അതിനുവേണ്ടി വളണ്ടിയർമാർ ആവശ്യമാണ്. അതൊക്കെ നിസ്വാർത്ഥമായി യാതൊരു പ്രതിഫലവും കാക്ഷിക്കാതെയാണ് ഇതിനുവേണ്ടി വളണ്ടിയർമാർ സജ്ജമാകുന്നത്. നിരവധി ആളുകൾ രോഗികളായിട്ട് വീടുകളിൽ കിടപ്പ് രോഗികളായിട്ടുണ്ടാകുമ്പോൾ അവരൊക്കെ തന്നെ സഹായിക്കാൻ ഒരു മനസ്സ് നമുക്കുണ്ടായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ തന്നെ അള്ളാഹുവിന് പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആളുകൾ മുന്നോട്ട് വരുന്നത്. അപ്പം അത്തരത്തിലുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ ഇതിന് വേണ്ടി ഇത് ലഭിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനകളാണ്. പ്രയാസപ്പെടുന്ന ആളുകളെ ചേർത്ത് പിടിക്കുമ്പോൾ അവരുടെ ആ പ്രാർത്ഥനകൾ നമുക്ക് വലിയ അനുഗ്രഹങ്ങളാണ്. അപ്പം ആ രീതിയിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലാർഹമായ പ്രവർത്തനത്തിനാണ് ആശ്വാസ് ഇവിടെ 8 വർഷമായി ഇവിടെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. തുടർന്നും നല്ലതായ പ്രവർത്തനങ്ങൾ പ്രയാസപ്പെടുന്ന ആളുകളെ ചേർത്ത് പിടിക്കാനും സഹായിക്കാനുമുള്ള ഈ സംവിധാനത്തുമായി മുന്നോട്ട് പോകാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇതിനുവേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അവരുടെ ജോലിയിലും കച്ചവടത്തിലും കുടുംബത്തിലും അള്ളാഹു റാഹത്തും ബർക്കത്തും സലാമത്തും പ്രദാനം ചെയ്യട്ടെ. ഇതിനുവേണ്ടി സേവനം ചെയ്യുന്ന നിരവധി വളണ്ടിയർമാരുണ്ട്, അവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇതിനുവേണ്ടി സാമ്പത്തികമായി സഹായിക്കുന്ന സഹകരിക്കുന്ന ആളുകൾ, ഇതിനുവേണ്ടി സേവനം ചെയ്യുന്ന ആളുകൾ, ഇതിനുവേണ്ടി മനസ്സാലും അതുപോലെ തന്നെ ശാരീരികമായി സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് മാരക രോഗങ്ങളിൽ നിന്നും കിടപ്പ് രോഗങ്ങളിൽ നിന്നും സ്ട്രോക്ക് പോലെയുള്ള അതുപോലെ തന്നെ രോഗങ്ങളൊക്കെ തന്നെ അവരെയും നമ്മയെല്ലാം അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ഇത്തരം രോഗികൾ, കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളുണ്ട്, നടക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്, സ്ട്രോക്ക് വന്ന ആളുകളുണ്ട്, അവർക്കെല്ലാം തന്നെ ഇത്രയും പെട്ടെന്ന് അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകട്ടെ, സലാമത്ത് നൽകട്ടെ, ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സംഗമം സ്വാലിഹ്യങ്ങൾ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗമത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹീം എന്ന തിരുവചനം നിർവഹിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരിക്കൽ ചടങ്ങാണ് നടക്കുന്നത്. പാറാട് പ്രദേശത്ത് ഒരു മദ്രസ അധ്യാപകനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. തലശ്ശേരി കോടതിയിലെ ഒരു ന്യായാധിപൻ എന്ന നിലയിൽ വാദിക്കും പ്രതിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏറെ ഹൃദ്യനായ ബഹുമാനപ്പെട്ട തലശ്ശേരി അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സി ഉബൈദുള്ള സാർ ഈ മഹനീയമായ ഈ പരിപാടിയെക്കുറിച്ച് അംജദ് വക്കീൽ പറഞ്ഞപ്പോൾ സന്തോഷപൂർവ്വമാണ് വരാമെന്ന് സമ്മതിച്ചത്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഈ പ്രദേശത്തെ പരിസര പ്രദേശങ്ങളിലുമുള്ള പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ പ്രത്യേകം താല്പര്യമെടുത്ത് SSLC പരീക്ഷയ്ക്ക് ഉന്നത വിജയം വാങ്ങിക്കൊടുക്കുക എന്ന ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കൊല്ലങ്ങളായിട്ട് ആ മഹൽ വ്യക്തിയെ ആദരിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പരിപാടിയിലേക്ക് ഞാൻ സംബന്ധിക്കാമെന്ന് ഏറ്റത്. എന്തായാലും ദീർഘമായ പ്രഭാഷണം ഇവിടെ തങ്ങളവർകൾ കാര്യമായി പറഞ്ഞു. ഇനി നമ്മളേവരും കാത്തിരിക്കുന്ന ഗഫൂർ സാഹിബിൻ്റെ പ്രഭാഷണമുണ്ട്. ഗഫൂർ സാഹിബിനെ എൻ്റെ ജില്ലക്കാരനാണ്, മഞ്ചേരിക്കാരനാണ്. അപ്പോൾ ഇവിടെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ഇപ്പോൾ മഞ്ചേരിയിൽ മജിസ്ട്രേറ്റായിട്ടുള്ളൊരു നൂറുന്നിസ ഉണ്ട്, കോഴിക്കോട്ടുകാരിയാണ്.
അവർ കോഴിക്കോട് ലോ കോളേജിൽ നിന്നും LLB പൂർത്തിയാക്കി LLM കഴിഞ്ഞ് പല മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാറിൻ്റെ ഒരു മോട്ടിവേഷൻ സ്പീച്ച് കേട്ട് അതിലൂടെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് ട്യൂൺ ചെയ്ത ഒരു മജിസ്ട്രേറ്റാണ് നൂറുന്നിസ. എപ്പോഴും ഗഫൂർ സാഹിബിനെ കുറിച്ച് പറയും. എൻ്റെ ട്രെയിനിങ് കൂടിയായിരുന്നു, എൻ്റെ കീഴിലാണ് അവരുടെ ട്രെയിനിങ് പൂർത്തിയാക്കിയത്. അത്തരത്തിൽ തൻ്റെ പ്രഭാഷണങ്ങൾ കൊണ്ട് റിസൾട്ട് പല മേഖലയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സംഗതി പറഞ്ഞത്. ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല, പ്രഭാഷണം നടക്കാനുണ്ട്. ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ജനങ്ങളിലേക്ക് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകരിലൂടെയാണ്. ഇപ്പം ഇവിടെ തുടക്കം കുറിച്ച സ്ഥാപനത്തെക്കുറിച്ച് അതിൻ്റെ സംഘാടകർ പരിചയപ്പെടുത്താൻ വേണ്ടി എന്നെ അവിടെ കൊണ്ടുപോയി. വളരെ പ്രതീക്ഷ നൽകുന്ന, കാലഘട്ടത്തിന് ആവശ്യമായ ഒരു സ്ഥാപനമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ നിലനിൽപ്പും അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എല്ലാവരുടെയും കൂട്ടായ ശ്രമത്തിലൂടെയാണ്. അപ്പം അതിന് മുന്നിട്ടിറങ്ങിയ ഇതിൻ്റെ ഭാരവാഹികളെയും അതിന് സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന നാട്ടുകാരെയും ഈ സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. കൂടുതലായി ഒന്നും പറയുന്നില്ല, പ്രഭാഷണത്തിന് വേണ്ടി വഴിമാറി കൊടുക്കുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. അത് പ്ലാസ്റ്റിക്കാണ്, ഒറിജിനൽ അല്ല, റിയൽ അല്ല. പ്ലാസ്റ്റിക് ആയാലുള്ള ഒരു ഉപകാരം, ആ പൂവ് നാളെയും ഉപയോഗിക്കാം, അടുത്ത മാസവും ഉപയോഗിക്കാം, അടുത്ത വർഷവും വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് ശരിക്കുള്ള പൂവാണെങ്കിലോ ഇന്നത്തോടുകൂടി അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും, വാടും, തളരും, നിറം മാറും അല്ലേ? പ്ലാസ്റ്റിക് ആകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ മനുഷ്യർ പ്ലാസ്റ്റിക് അല്ല, റിയലാണ്, ശരിക്കുള്ളതാണ്. അതുകൊണ്ട് വാടും, തളരും, തകരും, തോൽക്കും, ജയിക്കും, മറക്കും, മടുക്കും, മടങ്ങി വരും. കാരണം ഒന്നേ ഉള്ളൂ, നമ്മൾ പ്ലാസ്റ്റിക് അല്ല, നമ്മൾ കല്ലല്ല, നമ്മൾ ശരിക്കുള്ളതാണ്. ഒരു മനുഷ്യനായി ഒരാൾ ജീവിക്കുമ്പോഴും മനുഷ്യരുടെ കൂടെ സഹവസിക്കുമ്പോഴും മനുഷ്യരുടെ കൂടെ ജീവിക്കുമ്പോഴും നമ്മൾ എപ്പോഴും ഇങ്ങനെ ആലോചിക്കേണ്ട ഒരു സത്യമാണ് ഇത്. നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യൻ പ്ലാസ്റ്റിക് അല്ല, ശരിക്കുള്ളതാണ്. മനസ്സ് എന്ന ഒരു സാധനം ഉള്ളിലുണ്ട്. അതുകൊണ്ട് ആ മനസ്സിൻ്റെ മാറ്റങ്ങളൊക്കെ ഈ മനുഷ്യനിലും ഉണ്ടാവും. മനസ്സ് എന്ന ഒന്നില്ലായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യൻ മനസ്സില്ലാത്തൊരു മനുഷ്യനായിരുന്നെങ്കിൽ അയാൾക്ക് ഒരേ ഭാവമായിരിക്കും. പക്ഷെ മനസ്സ് എന്നൊരു സാധനം ഉള്ളിൽ വരുന്നതോടുകൂടി ആ മനസ്സിൻ്റെ മാറ്റങ്ങളൊക്കെയും ഈ മനുഷ്യൻ്റെ മുഖത്തും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ പ്രകടമായിക്കൊണ്ടിരിക്കും. വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ വിവാഹമാണല്ലോ ഒരുമിച്ചുള്ള മനുഷ്യരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിതസ്ഥാനം. രണ്ട് മനുഷ്യർ, രണ്ട് കുടുംബങ്ങളിൽ ജീവിച്ച മനുഷ്യർ, രണ്ട് സംസ്കാരങ്ങളിൽ കഴിഞ്ഞുകൂടിയ മനുഷ്യർ, രണ്ട് തരം മാതാപിതാക്കളുടെ ശിക്ഷണം കിട്ടിയ രണ്ട് മനുഷ്യർ, എല്ലാ നിലക്കും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമുള്ള രണ്ട് മനുഷ്യന്മാർ ഇത്രയും കാലം ജീവിച്ചതിൻ്റെ ഇരട്ടിക്കാലം ഇനി ഒരുമിച്ച് ജീവിക്കുകയാണ് അല്ലേ? 25 26 വയസ്സായിരിക്കും ആൺകുട്ടിക്ക്, അതിൻ്റെ തൊട്ട് താഴെയൊക്കെ പെൺകുട്ടിക്കും ഉണ്ടാവും. അപ്പം ഇത്രയും കാലം അവർ ജീവിച്ചൊരു കാലമല്ലേ, അതിൻ്റെ ഇരട്ടിയിലധികം കാലം ഇനി ഒരുമിച്ച് ജീവിക്കണം. ആ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്ന രണ്ട് മനുഷ്യന്മാരോട് പടച്ചോൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 3 കാര്യങ്ങൾ. ഒന്നാമതായി പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് പ്ലാസ്റ്റിക് അല്ല, മാലാഖയല്ല, കല്ലല്ല, മനുഷ്യനാണ്. നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ.
മിൻ അംഫുസിക്കും എന്നാണ് ഖുർആൻ ഉപയോഗിച്ചത്. നിങ്ങളെങ്ങനെയാണോ അതേപോലെയുള്ളൊരു മനുഷ്യനാണ് നിങ്ങളെ ജീവിതത്തിലേക്ക് വരുന്നത് കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ മനുഷ്യന് വേണ്ട 2 കാര്യങ്ങൾ കൂടെ പറഞ്ഞു. ഒന്ന്, അയാൾക്ക് സ്നേഹം കൊടുക്കണം കേട്ടോ. അത് പറഞ്ഞ് നിർത്തിയാൽ മതിയായിരുന്നു. സ്നേഹം എന്ന് പറഞ്ഞിട്ട് നിർത്തിയാൽ പോരായിരുന്നോ? കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. അതെന്താ? അയാളോട് കരുണ കാണിക്കണം കേട്ടോ. അയാളെ സ്നേഹിച്ച മാത്രം പോരട്ടോ, അയാളോട് കാരുണ്യം കാണിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹം എപ്പോഴും ഉണ്ടാവുക എന്നറിയോ? ഒരാളുടെ നല്ല കാലത്ത്. അപ്പം സ്നേഹം മതി. എന്നാൽ അയാളിങ്ങനെ തളരും, അയാൾ ചിലപ്പോൾ തോൽക്കും, അയാൾ ചിലപ്പോൾ ക്ഷീണിക്കും, അയാൾ ഓരോരോ കാരണങ്ങളുടെ കല്ലിൽ തട്ടി വീഴും, അയാൾ കരയും, അയാൾക്ക് വേദനിക്കും, സങ്കടപ്പെടും. അങ്ങനെയുള്ള സമയത്ത് അയാൾക്ക് കാരുണ്യം വേണം കേട്ടോ. അതോടെ പറഞ്ഞത് എന്തിനാ? മനുഷ്യർ ഒരുമിച്ചുള്ള ജീവിതത്തിനൊക്കെ, അത് വൈവാഹിക ജീവിതത്തിൽ മാത്രമല്ല, ഹോസ്റ്റലിൽ ജീവിക്കുന്ന ആളുകൾ പോലും ഒരുമിച്ചൊരു റൂമിൽ ഗൾഫിലോ ഹോസ്റ്റലിലോ ഒക്കെ കഴിയുമ്പോൾ പോലും ഈ 3 കാര്യങ്ങൾ പരിഗണിച്ചേ പറ്റൂ. ഒന്നാമത്, ഇയാളൊരു മനുഷ്യനാണ്. 2, അയാളെ സ്നേഹിക്കണം. 3, അയാളോട് കാരുണ്യം വേണം. സ്നേഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇങ്ങനെ സ്നേഹം. കാരുണ്യം എന്ന് പറഞ്ഞാലോ, കാരുണ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. കാരണം ഇയാൾ ഇങ്ങനെ ആയിട്ടുണ്ടാവും, അപ്പം ഇയാൾ കൂടെ ഇങ്ങനെ ആവുക, അയാളോടൊപ്പം സഹതപിക്കുകയാണ്. സഹതപിക്കുക എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ചൂടേൽക്കുക എന്നാണ്. ഇയാൾ എത്ര ചൂടിലാണോ ജീവിക്കുന്നത്, ഇയാൾ എത്ര സങ്കടങ്ങളിലാണോ പൊള്ളുന്നത്, അത്രയും അനുഭവത്തിൻ്റെ കൂടെ ഇയാൾ ഒപ്പം നിൽക്കുന്നതിൻ്റെ പേരാണ് കാരുണ്യം. എന്തിനായിരിക്കും പഠിച്ചവൻ അങ്ങനെ പറഞ്ഞ്? മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടോ, അവിടെ കാരുണ്യമില്ലാത്ത ഒരാളുടെ കൂടെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അതാണ്, കാരുണ്യമില്ലാത്ത ഒരാളുടെ കൂടെ ഒരു റൂമിൽ കഴിയാൻ പോലും കഴിയില്ല. കാരുണ്യമാണ് മനുഷ്യബന്ധങ്ങളുടെ എല്ലാ നല്ല കാരണങ്ങളുടെയും അടിസ്ഥാനം. കാരുണ്യം എന്നുള്ളതിന് അറബിയിലാണെങ്കിലും ഹീബ്രു ഭാഷയിലാണെങ്കിലും ഏകദേശം ഒരേ പദമാണ് ഉപയോഗിക്കുക. അറബി ഭാഷയിലാണെങ്കിലും ഹീബ്രു ഭാഷ, ബൈബിളിൻ്റെ ഭാഷയായിരുന്നു ഹീബ്രു. ഈ 2 ഭാഷയിലും കാരുണ്യം എന്നുള്ളതിന് ഏകദേശം ഒരേ ഒരേ പദമാണ്, ഒരേ അർത്ഥവുമാണ്. എന്താ പദം? റഹ്മ എന്നാണ്. ഹീബ്രുവിൽ റഹേം എന്നാ പറയാം, ഒന്നെന്നെ. റഹേം ആകട്ടെ റഹ്മ ആകട്ടെ, ഈ ഒരേ പദത്തിന് 2 അർത്ഥങ്ങളുണ്ട്. അറബിക്കിലാണെങ്കിലും ഉണ്ട്, ഹീബ്രുവിലാണെങ്കിലും ഉണ്ട് 2 അർത്ഥങ്ങൾ. ഒന്നാമത്തെ അർത്ഥം എന്താണ്? കാരുണ്യം. രണ്ടാമത്തെ അർത്ഥം എന്താണെന്നറിയോ? രണ്ടാമത്തെ അർത്ഥം ഗർഭപാത്രം എന്നാണ്. എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരുണ്യവും ഗർഭപാത്രവും ഒരേ വാക്കിൻ്റെ 2 അർത്ഥങ്ങളാണ് കേട്ടോ. അപ്പം എത്ര ബന്ധം ഉണ്ടാകും അത് തമ്മിൽ? കാരുണ്യം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം എന്ന അതേ വാക്കിൻ്റെ മറ്റൊരർത്ഥം. എന്താ ബന്ധം എന്നറിയോ? നമ്മളിങ്ങനെ ആലോചിച്ചാൽ കിട്ടുന്നൊരു ചെറിയ ബന്ധമുണ്ട്. ചിലപ്പോൾ ഇതല്ലാത്ത ബന്ധങ്ങളുണ്ടാവും. ഒരു ബന്ധമുണ്ട്, അതെന്താണെന്നറിയോ? ഒരു പെൺകുട്ടി ജനിക്കുന്ന നിമിഷം മുതൽ അവളുടെ ശരീരത്തിലുള്ള ഒരു പാത്രമാണ് ഗർഭപാത്രം. 3-4 സെൻറ്റിമീറ്ററേ ഉള്ളൂ. 3-4 സെൻറ്റിമീറ്റർ മാത്രം വലുപ്പമുള്ള ആ ചെറിയൊരു പാത്രം, ആ ചെറിയ പാത്രമാണ് 3-4 കിലോ വലുപ്പമുള്ള ഒരു കുട്ടിയെ ഉൾക്കൊള്ളാൻ സ്വയം വലുതാകുന്നത്. 3-4 സെൻറ്റിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരു ചെറിയ അറ 3-4 കിലോ വലുപ്പമുള്ള ഒരു കുട്ടിയെ ഉൾക്കൊള്ളാൻ, ആ കുട്ടിയുടെ ശരീരം ഉൾക്കൊള്ളാൻ ഈ ഗർഭപാത്രം ഇങ്ങനെ സ്വയം വലുതാവും. കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ? പലതരം സ്വഭാവമുള്ള മനുഷ്യനെ ഉൾക്കൊള്ളാൻ ഒരാളുടെ മനസ്സ് വലുതാകുന്നതിൻ്റെ പേരാണ് കാരുണ്യം. അതാണ്, പലതരം സ്വഭാവങ്ങളുള്ള ഒരേ മനുഷ്യൻ നമ്മുടെ കൂടെ ജീവിക്കുന്നത് ഒരേ ആളാണ്. പക്ഷെ ഓരോ സമയത്ത് അയാൾക്ക് ഓരോ സ്വഭാവം இருக்கும். രാവിലെ കണ്ട ആളാവില്ല വൈകുന്നേരം, ഇന്നലെ കണ്ട ആളാവില്ല ഇന്ന്. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം ഇതാണ്,
പ്ലാസ്റ്റിക് അല്ല, റിയലാണ്, ശരിക്കുള്ളതാണ്. ആ സ്വഭാവത്തിലെ മാറ്റങ്ങളില്ലേ, ആ മാറ്റങ്ങളുടെ പേരിൽ പരാതി പറയാതെ, ആ മാറ്റങ്ങളുടെ പേരിൽ അയാളെ തള്ളിപ്പറയാതെ, അയാളെ തള്ളിക്കളയാതെ, അയാളെ കൂടി ഉൾക്കൊള്ളുന്നതിൻ്റെ പേരാണ് കാരുണ്യം. അതാണ് കാരുണ്യം. ലോകം കണ്ട ഏറ്റവും വലിയ ഗുരുനാഥനോട്, ലോകം കണ്ട ഏറ്റവും വലിയ അധ്യാപകനോട് പടച്ചോൻ പറയുന്നൊരു വാക്കുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ലോകം കണ്ട ഏറ്റവും വലിയ ഗുരുനാഥൻ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പടച്ചോൻ പറയുന്ന ഒരു വാക്ക് എന്താണെന്നറിയോ? പ്രവാചകരെ, അവരെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ നിങ്ങളുടെ മനസ്സ് വലുതായതുകൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ട്ടോ. ഇല്ലെങ്കിൽ അവരൊക്കെ നിങ്ങളുടെ അടുത്ത് നിന്ന് ഓടിപ്പോയിട്ടുണ്ടാവും. പടച്ചോൻ പറഞ്ഞതാ, ഫബിമാ റഹ്മത്തിൻ എന്നാണ് പടച്ചോൻ ഉപയോഗിച്ചത്. പ്രവാചകരെ, നിങ്ങൾ അവരെയൊക്കെ ഉൾക്കൊണ്ടു, നിങ്ങൾ അവരോടൊക്കെ കാരുണ്യമുള്ള ഒരാളായിരുന്നു, അതുകൊണ്ടാണ് അവരൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നത്. നിങ്ങൾ കാരുണ്യമില്ലാത്ത ഒരാളായിരുന്നെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് പോകും. ഇതെല്ലാ മനുഷ്യനും ബാധകമാണ്. കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യനെ ഉൾക്കൊള്ളാൻ ഒരാളുടെ മനസ്സ് വലുതാകുന്നതിൻ്റെ പേരാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇത്രയും മനുഷ്യർ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഈ പാറാട്ടുള്ള ഈ വീടിൻ്റെ മുറ്റം മുഴുവനും നിറഞ്ഞിരിക്കുന്നു മനുഷ്യരാൽ. ഈ നാട്ടിലെ മനുഷ്യർ ഒരുമിച്ച് കൂടിയതാണ്. നിങ്ങൾ എന്തിനാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്? ഇവിടെ നിന്ന് ഈ പരിപാടി കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ? ആരെങ്കിലും നിങ്ങളുടെ കയ്യിലേക്ക് എന്തെങ്കിലും വെച്ച് തരുമോ? ഒന്നും വെച്ച് തരില്ല. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നത് എന്തിനാ? നിങ്ങൾ വന്നത് വേറെ ഏതൊക്കെയോ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അറിയുക പോലും ചെയ്യാത്ത മനുഷ്യർക്ക് വേണ്ടിയിട്ട്, ദുർബലരായ മനുഷ്യർക്ക് വേണ്ടിയിട്ട്, അല്ലേ? നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു കഥ ഉണ്ട്. ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു കഥയാണ്. 9 എന്ന സംഖ്യ 8 എന്ന സംഖ്യയെ അടിച്ചു. അപ്പോൾ 8 9നോട് ചോദിച്ചു, എന്തിനാ എന്നെ അടിച്ചത്? അപ്പോൾ 9 പറഞ്ഞു, ഞാൻ നിന്നേക്കാൾ വലിയവനായതുകൊണ്ട്, എനിക്ക് നിന്നേക്കാൾ വില ഉണ്ടല്ലോ, അതുകൊണ്ട് അടിച്ചു. ആണോ? എന്നാൽ ഞാനും അടിക്കും. ആരെ? 7ന്, 7 6ന്, 6 5ന്, 5 4ന്, 4 3ന്, 3 2നെയും അടിച്ചു. 2 1നെ നിശ്ചയമായും അടിച്ചു. ഒന്നിങ്ങനെ അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ചെറിയ ഒരു പാവം 0 മാത്രമേ ഉള്ളൂ. അടിക്കാൻ തോന്നിയില്ല, ഒരു പാവം 0 മാത്രമേ ഇവിടെ നിൽക്കുന്നുള്ളൂ. ആ 0ത്തെ അടിക്കാൻ തോന്നിയില്ല. അപ്പം ഇങ്ങനെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. അടുത്തേക്ക് വിളിച്ചു. 0 1ൻ്റെ അടുത്തേക്ക് ഇങ്ങനെ മടിച്ച് അടുത്തേക്ക് ഇങ്ങനെ വന്ന് നിന്ന സമയത്ത് ലോകം 2 ആളെയും വിളിച്ചത് 10 എന്നായിരുന്നു. ഒന്നുമില്ല, 0 ഇല്ല. 2 ആളെയും വിളിച്ച പേര് 10 എന്നായിരുന്നു. 0ത്തിന് മാത്രമല്ല വില കൂടിയത്, ആണോ? 0ത്തിന് മാത്രമല്ല വില കൂടിയത്. നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യരെ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ അവർക്ക് മാത്രമല്ല ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുന്നത്, നമുക്കും ഒരു അർത്ഥം വരാനുണ്ട്. ആയുസ് കിട്ടിയ എല്ലാ മനുഷ്യന്മാരും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും, ഉറപ്പായിട്ടും ജീവിക്കും. ആയുസ് കിട്ടിയ എല്ലാ മനുഷ്യന്മാരും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും. പക്ഷെ ചില മനുഷ്യന്മാരില്ലേ, ചില മനുഷ്യർ അർത്ഥപൂർണമായി ജീവിക്കും. അതൊരു ജീവിതമായിരിക്കും. അതാ ഇംഗ്ലീഷിൽ പറയാ മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് എന്ന് പറയും. എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ജീവിക്കുക എന്നാണ്. അത് ആയുസ് കിട്ടിയ എല്ലാ മനുഷ്യന്മാരും എങ്ങനെയെങ്കിലുമൊക്കെ എക്സിസ്റ്റ് ചെയ്യും, ജീവിക്കും. പക്ഷെ ചില മനുഷ്യന്മാരില്ലേ മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഹബീബായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം പ്രവാചകൻ ഖുർആനിലും ബൈബിളിലും ഒക്കെ പറഞ്ഞിട്ടുള്ള പ്രവാചകനാണ്. ആ പ്രവാചകൻ പടച്ചോനോട് നടത്തുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. വല്ലാത്തൊരു പ്രാർത്ഥനയാണ് കേട്ടോ. നിങ്ങൾ വെറുതെ വീട്ടിൽ പോയിട്ട് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകൾ മാത്രം ഒരു പേപ്പറിലേക്ക് ഇങ്ങനെ എഴുതി വെച്ച് നോക്കൊണ്ടു. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന മാത്രമല്ലേ, അതിങ്ങനെ ഒരു പേപ്പറിലേക്ക് ഇങ്ങനെ എഴുതി വെച്ച് നോക്കൊണ്ടു. നമുക്ക് ഇന്ന് ആവശ്യമുള്ളൊരു പ്രാർത്ഥന അതിനകത്തുണ്ടാവും. അത്രയും ജീവിതഗന്ധിയായ പ്രാർത്ഥനകളാണ് ആ മഹാനായ പ്രവാചകന്റെ പ്രാർത്ഥനകളൊക്കെയും. അതിലൊരു പ്രാർത്ഥന ഏതാണെന്നറിയോ?
ഇബ്രാഹിം നബി പടച്ചവനോട് നടത്തിയ പ്രാർത്ഥനയാണ്. എന്താ? പടച്ചവന് വരാനിരിക്കുന്ന മനുഷ്യർ എന്നെക്കുറിച്ച് നല്ലത് പറയണമേ. നിങ്ങൾ നോക്കൂ, ഖുർആനിൽ നോക്കൂ, ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. പടച്ചവന് വരാനിരിക്കുന്ന മനുഷ്യർ എന്നെക്കുറിച്ച് സത്യമുള്ള വാക്കുകൾ പറയണമേ, നല്ലത് പറയണേ. കൂടുള്ള മനുഷ്യര് നല്ലത് പറയണേന്നല്ല, അത് നമ്മളൊക്കെ ആഗ്രഹിക്കും. പക്ഷെ നമ്മളിവിടുന്ന് പോയി കുറേ കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് വരാനിരിക്കുന്ന മനുഷ്യർ പറയുമ്പോൾ ആ പറയുന്ന വാക്കുകൾ നല്ലതായിരിക്കണമേ. അവരെഴുതുന്ന ചരിത്രത്തിൽ എന്നെക്കുറിച്ച് പറയുന്നത് നല്ല വാക്കുകളായിരിക്കണമേ. വരാനിരിക്കുന്ന തലമുറയുടെ നെഞ്ചിൽ ഞാൻ ഉണ്ടാകണമേ. അതാണത്. ഇവിടെ എത്ര മനുഷ്യന്മാർ ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ടാവും. ആശ്വാസം എന്നൊരു കേന്ദ്രം തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് അത് നടപ്പാക്കിയ കുറച്ച് ചെറുപ്പക്കാരുണ്ടെന്ന് പറഞ്ഞില്ലേ, അവർ ഈ തലമുറകളുടെ നെഞ്ചിൽ ജീവിച്ചു കൊണ്ടേയിരിക്കും. വരാനിരിക്കുന്ന മനുഷ്യരും അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാ, അത് നിലനിൽക്കണം. നമ്മുടെ ഈ ഭാരതീയ പൈതൃകത്തിൽ കുട്ടികളെ സന്യാസത്തിലേക്ക് വിടും. കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛനും അമ്മയും നേർച്ച നേരും, എനിക്കൊരു കുഞ്ഞുണ്ടായാൽ ഞാൻ അവനെ നേർച്ച സന്യാസിയാക്കുമെന്ന് നേർച്ച ചെയ്യും. അങ്ങനെ ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി സന്യാസത്തിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രയിൽ ഒരു ചടങ്ങുണ്ട്. കൗമാരപ്രായം എത്തുന്ന സമയത്ത് കുട്ടി ഒരു ടീനേജിൽ എത്തുമ്പോൾ കുട്ടിക്കൊരു ചടങ്ങുണ്ട്. കേട്ടിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഉണ്ടോ? ആ ചടങ്ങിൻ്റെ പേര് ഉപനയനം എന്നാണ്. ആ വാക്ക് കേട്ടിട്ടുണ്ടോ അല്ലേ? ഉപനയനം. ഉപനയനം എന്ന് പറഞ്ഞാൽ ഇതാ, കൗമാരപ്രായത്തിലുള്ള ആ കുട്ടിയുടെ സന്യാസത്തിലേക്കുള്ള യാത്രയിലെ ചടങ്ങാണ്. ആ സമയത്ത് ഈ കുട്ടിയുടെ അച്ഛനില്ലേ, അച്ഛൻ്റെ സമ്പത്ത് ദാനം ചെയ്യണം. ഏറ്റവും വലിയ സമ്പത്താണ് കൊടുത്തത് അല്ലേ? കുട്ടി പോയി. ഇനി ആ കുട്ടി അച്ഛനുള്ളതല്ല, കോടാനുകോടി വരുന്ന മനുഷ്യർക്കുള്ളതാണ്. കുട്ടി പോയ അച്ഛൻ ഇനി കുട്ടിയെ മാത്രമല്ല സമ്പത്തും ദാനം ചെയ്യണം. അങ്ങനെ സമ്പത്തും ദാനം ചെയ്യും. മഹാഭൂരിപക്ഷം വരുന്ന സ്വത്തും നഷ്ടപ്പെടുത്തും. ഓക്കെ. അങ്ങനെ മകനും അല്ലെങ്കിൽ മകളും സമ്പത്തും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആ അച്ഛനില്ലേ, ആ അച്ഛന് ആ ദിവസം മുതൽ ഒരു പേര് കിട്ടും. എന്താ പേര് എന്നറിയോ? വല്ലാത്തൊരു പേരാണ്. വിശ്വജിത്ത് എന്നാണ് പേര്. വിശ്വജിത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? വിശ്വം മുഴുവനും നേടിയവൻ എന്നാണ്. വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം എന്നാണ്. ജിത്ത് എന്ന് പറഞ്ഞാൽ ജയിച്ചടക്കിയവൻ എന്നാണ്. ലോകം മുഴുവനും കിട്ടിയ ആളാണ് ആര്? എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന മനുഷ്യൻ. എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യനില്ലേ, അയാൾ ആരാന്നറിയോ? അയാൾ ഈ ലോകം മുഴുവനും കിട്ടിയ മനുഷ്യനാണ്. സത്യം. എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്തുന്ന മനുഷ്യൻ വരാനിരിക്കുന്ന മനുഷ്യരുടെ ഉള്ളിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇബ്രാഹിം പ്രവാചകന്റെ പ്രാർത്ഥനയും അതാണ് അല്ലേ? എന്തെങ്കിലും ഒന്ന് ബലിയാക്കി തീർക്കുന്ന മനുഷ്യരില്ലേ, അവർ ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടേയിരിക്കും. അവർ മാഞ്ഞു പോകില്ല. അവർ ഈ ലോകത്ത് മനുഷ്യരുടെ മനസ്സിൽ ബാക്കിയായിക്കൊണ്ടിരിക്കും. ഒരാശുപത്രിയിൽ ഒരച്ഛന് തീരെ വയ്യാതെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. തീരെ വയ്യ അച്ഛൻ. അപ്പം അച്ഛൻ്റെ കൂടെ തന്നെ ഒരു നഴ്സുണ്ട് അച്ഛനെ നോക്കിക്കൊണ്ട്. ആ നഴ്സ് വൈകുന്നേരം ആയപ്പോൾ പോയി. എന്നിട്ട് രാത്രി ആയപ്പോൾ പുതിയൊരു നഴ്സാണ് ചാർജ് എടുത്തത്. ഈ പുതിയതായി ചാർജ് എടുത്ത നഴ്സിന് ഈ അച്ഛനെ കണ്ടപ്പോഴേ പേടിയായി. കാരണം അച്ഛന് തീരെ വയ്യ, മരണത്തിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നഴ്സിന് നല്ലോണം പേടിയായി. തീരെ വയ്യാതെ ഇങ്ങനെ പിടയുന്ന അച്ഛൻ്റെ ചെവിയിൽ ചെന്നിട്ട് നഴ്സ് ചോദിച്ചു, അച്ഛന് തീരെ വയ്യ, അച്ഛൻ്റെ മോൻ പുറത്തിരിക്കുന്നുണ്ട്, അവനെ ഇങ്ങോട്ട് അകത്തേക്ക് വിളിച്ചോട്ടെ, അച്ഛൻ അവനോട് എന്തെങ്കിലും പറയാനുണ്ടോ, അവനെ എന്തെങ്കിലും ഏൽപ്പിക്കാനുണ്ടോ, ഞാൻ അവനെ ഇങ്ങോട്ട് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. അച്ഛനതിന് മറുപടി ഒന്നും പറയണില്ല. കാരണം ആ ചോദ്യം കേൾക്കാൻ കഴിയാത്ത അത്രയും ദൂരേക്ക് അച്ഛൻ്റെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. നഴ്സ് മറുപടിക്ക് കാത്തു നിന്നില്ല. നഴ്സ് വേഗം പോയിട്ട് ആ മകനെ വിളിച്ചു. മകൻ ഓടി വന്നു. മകനോട് പറഞ്ഞു, അച്ഛൻ്റെ കൂടെ തന്നെ നിന്നോളൂ കേട്ടോ, അച്ഛന് തീരെ വയ്യ, അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലൊക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞു. അയാൾ അച്ഛൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നിന്ന് തൊട്ട് തലോടി സ്നേഹത്തോടെ അച്ഛൻ്റെ അടുത്ത് തന്നെ നിന്നു. ഒരു പെടച്ചിൽ, അച്ഛൻ മരിച്ചു.
അപ്പോൾ ഡോക്ടർമാരും നഴ്സുമാരും എല്ലാവരും ഓടി വന്ന് എല്ലാവരും അച്ഛൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ മോനില്ലേ, മകനില്ലേ, അയാളിങ്ങനെ സങ്കടത്തോടെ ആ റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നടന്നു പോകുമ്പോൾ നഴ്സിനോടൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം കേട്ട് നഴ്സാകെ അമ്പരന്ന് പോയി. ഇതാരാണ്? അപ്പം നിങ്ങളുടെ അച്ഛനല്ലേ? അല്ല, എൻ്റെ അച്ഛനല്ല, എൻ്റെ അച്ഛൻ അപ്പുറത്തെ വാർഡിലാണ് ഉള്ളത്. പിന്നെന്തിനാണ് ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഓടി വന്നത്? പിന്നെന്തിനാണ് ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഓടി വന്നത്? അയാൾ പറഞ്ഞു, എന്നെക്കൊണ്ട് എന്തോ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നി, അതുകൊണ്ട് ഓടി വന്നതാണ്. എന്നെക്കൊണ്ട് എന്തോ ഒരാവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഓടി വന്നതാണ്. നഴ്സിനൊന്നും പറയാൻ കഴിഞ്ഞില്ല. നഴ്സ് ഇങ്ങനെ കൈകൂപ്പി, മരിച്ചാലും മറക്കൂല എന്ന് പറഞ്ഞു. നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യർക്ക് നമ്മളെക്കൊണ്ട് എന്തോ ഒരാവശ്യമുണ്ടെന്നറിഞ്ഞ് നമ്മൾ ആരംഭിക്കുന്ന ഒരു കേന്ദ്രത്തിൻ്റെ പേരാണ് ആശ്വാസ്. അവിടെ വരാനിരിക്കുന്ന മനുഷ്യർക്കൊക്കെയും നമ്മളെക്കാൾ ദുർബലരായ ആ മനുഷ്യർക്കൊക്കെയും അവരുടെ വേദനയ്ക്ക്, അവരുടെ ഉള്ളിലെ നീറുന്ന ഒരനുഭവത്തിന് ആശ്വാസമാകാൻ നമ്മൾ കണ്ടെത്തുന്ന ഒരു മാർഗമാണ് അത്. അങ്ങനെയാണ് നമ്മൾ മനുഷ്യരിൽ ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിലൊരു വാക്കുണ്ട്, ഞാനത് പറഞ്ഞിട്ട് എൻ്റെ സംസാരം ചുരുക്കമാണ്. വല്ലാത്തൊരു വാക്കാണ്, നമ്മളെപ്പോഴും കാണുന്ന സ്ഥലത്ത് എഴുതി വെക്കണം. അങ്ങനത്തെ ഒരു വാക്കാണ്. നമ്മളെപ്പോഴും കാണുന്ന സ്ഥലത്തെ എഴുതി വെക്കേണ്ട വാക്ക്. എന്താണെന്നറിയോ? യാസീൻ എന്ന അധ്യായത്തിലാണ് ഖുർആൻ പറയണത്. യാസീൻ എന്ന അധ്യായത്തിലാണ് പറയണത്. എന്താ പറയണമെന്നറിയോ? മനുഷ്യന്മാർ കുറേ കാര്യങ്ങൾ ചെയ്യൂലേ, കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും ഒരായുസ്സിൽ. ആ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും. നമ്മൾ എന്തൊക്കെ ചെയ്തതെന്ന് നമ്മൾ മറന്നുപോയില്ലേ? പഠിച്ചവൻ പറയാ, ഈശ്വരൻ പറയാ, പക്ഷേ അതൊക്കെ നമ്മുടെ രേഖയിലുണ്ട്. മനുഷ്യന്മാർ ചെയ്തു വെച്ചതൊക്കെ നമ്മൾ രേഖയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് രേഖയാക്കി വെക്കാം അല്ലേ? നമ്മൾ ചെയ്യുന്നതൊക്കെ നമുക്ക് രേഖയാക്കി വെച്ചൂടെ? എന്നാൽ അതിൻ്റെ ശേഷം പഠിച്ചവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? അവർ ചെയ്തത് കൊണ്ട് പിന്നെന്തൊക്കെ ഉണ്ടായത് എന്നും നമ്മുടെ രേഖയിലുണ്ട്. അത് നമുക്കറിയില്ല. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യുന്നതൊക്കെ പഠിച്ചവൻ്റെ രേഖയിലുണ്ട്. വനക്തുബു മാ ഖദ്ദമൂ വ ആസാറഹു. അവർ ചെയ്തതൊക്കെ നമ്മുടെ രേഖയിലുണ്ട്. നമ്മൾ ചെയ്യുന്നതൊക്കെ നമുക്ക് രേഖയാക്കി വെക്കാം, ഒരു പുസ്തകത്തിൽ വേണമെങ്കിൽ അല്ലേ? പക്ഷെ അതിന് ശേഷം പഠിച്ചോ പറയുന്നത് വാക്കാണ് വാക്ക്. എന്താണ് ആ പറഞ്ഞത്? അവർ ചെയ്തത് കൊണ്ട് പിന്നീട് എന്തൊക്കെ ഉണ്ടായി അതും നമ്മുടെ രേഖയിലുണ്ട്. അത് നമുക്കറിയില്ല. നമ്മളൊരാൾക്കൊരു സഹായം കൊടുത്ത് അല്ലേ, കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമ്മളത് മറന്നുപോയിട്ടുണ്ടാവും. പക്ഷെ ആ സഹായം കൊണ്ട് പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്ന് പഠിച്ചവൻ്റെ രേഖയിലുണ്ട്. നമ്മളൊരാൾക്കൊരു വാട്ടർ ബെഡ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടാവും. ആ വാട്ടർ ബെഡ് നമ്മൾ വാങ്ങിയതല്ല, വേറൊരാൾ വാങ്ങിത്തന്നതാണ്. വേറൊരാൾ വാങ്ങിത്തന്ന വാട്ടർ ബെഡ് ഒരു രോഗിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പോയ 10 ആളുകളിൽ ഒരാളാകും നമ്മൾ. ആ 10 ആളുകളിൽ ഒരാളാകും നമ്മൾ അല്ലേ? കാരണം നമുക്കതേ ചെയ്യാൻ കഴിയുള്ളൂ. നമ്മുടെ ദുർബലമായ ആയുസ് കൊണ്ട്, ജീവിതം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ ആ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ പഠിച്ചവനോടുണ്ടാകേണ്ട പ്രാർത്ഥനയാണ്. എന്താ? പഠിച്ചവനെ, എൻ്റെ ഈശ്വര, ഇതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ട് ഒരുപാടാകണമേ. കുറച്ചൊന്നും പോരാ, ഞാൻ ചെയ്യുന്ന കാര്യം കുറച്ചേ ഉള്ളൂ, പക്ഷെ ഇതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ടില്ലേ കുറേ വേണം. അതാണ് പഠിച്ചവൻ പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യം മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടായി എന്നും നമുക്കറിയാം, നമ്മുടെ രേഖയിലുണ്ട്. നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ കൊയിലാണ്ടിയിൽ. അവൻ പറഞ്ഞൊരു കാര്യമാണ്. അവർ പണ്ട് ഈ പാലിയേറ്റീവിൻ്റെ ക്ലിനിക്കൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇന്നത്തെ പോലത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ, സ്വന്തമായൊരു വാഹനം പോലും ഇല്ല അവർക്ക്. അപ്പോൾ രോഗികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അവർ നടന്നു പോയിട്ട് അന്വേഷിക്കുകയാണ് ചെയ്യുക. അങ്ങനെ അവർ കൊയിലാണ്ടിയിലെ ഏതോ ഒരു ഉൾഗ്രാമത്തിലെത്തി. അവിടെ ഒരു ബാബുവും അമ്മയും ഒറ്റയ്ക്ക് ജീവിക്കുന്നുണ്ട്. ബാബു കിടപ്പിലാണ്, കഴുത്തിന് കീഴ്പോട്ട് ചലനശേഷി ഇല്ലാത്തൊരു കുട്ടിയാണ് ബാബു. അപ്പോൾ ബാബുവിനെ ഇവർ കണ്ടെത്തിയതിനു ശേഷം ബാബുവിന് വേണ്ട മരുന്നും വസ്ത്രവും ഭക്ഷണവും ഒക്കെ അവരെത്തിക്കാൻ തുടങ്ങി. ഇവരവിടെ എല്ലാ ആഴ്ചയും പോയിട്ട് വരും. ഒരു ദിവസം ഈ ബാബു ഇല്ലേ,
നമ്മുടെ ഈ സുഹൃത്തുണ്ട് യൂനിസിൻ്റെ കയ്യിലേക്ക്, യൂനിസ് നമ്മളോട് പറഞ്ഞതാണ്, യൂനിസിൻ്റെ കയ്യിലേക്ക് എന്തോ ഒരു കുപ്പി കൊടുത്ത് ബാബു, ചെറിയൊരു കുപ്പി. എന്നിട്ട് പറഞ്ഞു, യൂനിസ് ഇതെവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കളയണം കേട്ടോ, കുട്ടികൾക്കൊന്നും കിട്ടാത്ത ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കളയണം, കുട്ടികൾക്കൊന്നും കിട്ടാത്ത ഏതെങ്കിലും സ്ഥലത്ത് കളയണം. അപ്പോൾ യൂനിസ് ചോദിച്ചു, ഇതെന്താണ് ബാബു? ബാബു എന്താ പറഞ്ഞതെന്നറിയോ? യൂനിസേ, എനിക്ക് ആകെ ഒരു അമ്മയും ഞങ്ങൾക്ക് ആകെ ഒരു പശുവാണുള്ളത്. ഈ പശുവോ അമ്മയോ ഒരു ദിവസം ഇല്ലാതായാൽ എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ തലയിണയുടെ തൊട്ടടുത്ത് വെച്ച വിഷമാണ്. പക്ഷെ ഇനി എനിക്കിത് ആവശ്യമില്ലല്ലോ, നിങ്ങൾ വരുന്നുണ്ടല്ലോ. അതെ, ഇനി എനിക്കിത് ആവശ്യമില്ലല്ലോ, നിങ്ങൾ വരുന്നുണ്ടല്ലോ. മലയാളത്തിൽ പേടി എന്നുള്ളതിന് പറയുന്ന വാക്ക് ഭയം എന്നാണ്. ഭയം ഇല്ലേ? ഭയം എന്നുള്ള വാക്കിൻ്റെ എതിർ വാക്ക് ഏതാണെന്നറിയോ? എന്താ പറയുക, വിപരീത പദം എന്താണ്? ഭയം എന്നുള്ള വാക്കിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല വിപരീത പദം എന്താണെന്നറിയോ? അഭയം എന്നാണ്. അഭയം, ഭയം, അഭയം. ഒരഭയമുണ്ട് എങ്കിൽ പിന്നെ നമുക്ക് ഭയമില്ല. നമുക്ക് കയറി ചെല്ലാനൊരു സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് പേടിയില്ല. കയറി വരാനൊരു മനുഷ്യനുണ്ട് എങ്കിൽ നമുക്ക് പേടിയില്ല. അതാണ് അഭയം. അങ്ങനെ ഒരു അഭയമാണ് പാറാടിൻ്റെ അങ്ങാടിക്ക് നടുവിൽ നിങ്ങൾ തുറന്നു വെച്ചിട്ടുള്ളത്. ഈ നാട്ടിലെ ദുർബലരായ മനുഷ്യർക്ക് മുഴുവനുമുള്ള ഒരാശ്വാസ കേന്ദ്രമായി അത് മാറുകയാണ്. എത്രയോ മനുഷ്യരുടെ വേദനകൾക്ക് ഉത്തരമായി മാറുകയാണ്. അത് വിജയകരമായ ഒരധ്യായമായി തീരട്ടെ എന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലേറെ വലിയ റിസൾട്ടുകൾ അത് കാരണം മനുഷ്യർക്ക് ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. നമ്മുടെ പരിപാടി അവസാനിക്കാൻ പോവുകയാണ്. അവസാന സെഷനിലേക്ക് പോവുകയാണ്. നന്ദി പ്രകടിപ്പിക്കുക എന്നാണ് ഇതിൽ അർപ്പിതമായ കർത്തവ്യം. അപ്പോൾ ആദ്യം തന്നെ ഈ നിറഞ്ഞ സദസ്സിനോടുള്ള നന്ദിയാണ് ഈ സ്വാഗത സംഘത്തിൻ്റെ പേരിൽ അർപ്പിക്കുന്നത്. കാരണം ആശ്വാസനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ഏറ്റവും വലിയൊരു പ്രോഗ്രാം തന്നെയാണ് ഇന്നിവിടെ നടന്നതല്ല മുസ്തഫ എന്നാണ് തോന്നുന്നത്. അപ്പോൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരിലടക്കം നിറഞ്ഞ സദസ്സ് നൽകിയ മുഴുവൻ ആളുകളെയും ആദ്യമായി സ്വാഗത സംഘത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. പരിപാടിക്ക് വേണ്ടി അധ്യക്ഷം വഹിച്ച ആശ്വാസിൻ്റെ ചെയർമാൻ പുത്തൂർ മുസ്തഫ സാഹിബിനും സ്വാഗത ഭാഷകൻ അഡ്വക്കേറ്റ് കെ സി അംജദ് മുനീർ സാഹിബിനും സ്വാഗത സംഘത്തിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. ആശ്വാസിനെ 8 വർഷത്തോളമായി കരുത്തുറ്റ ഒരു സംവിധാനമാക്കി ഉയർത്തിയ ഈ 2 പേരോടും ഈ പ്രദേശത്തെ മുഴുവൻ മനുഷ്യരും കടപ്പെട്ടിരിക്കുകയാണ്. ഇനിയും തുടർന്നും അവർക്ക് മുന്നോട്ട് ഇതിനെ ശക്തമായി നയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾക്കും അനുഗ്രഹ ഭാഷണം നടത്തിയ അനസ് ഹൈതമിക്കും മുഖ്യ പ്രഭാഷകൻ PMA ഗഫൂർ സാഹിബിനും സ്വാഗത സംഘത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. വിശിഷ്ടാതിഥിയായി KP മോഹനൻ, അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് C ഉബൈദുള്ള തുടങ്ങിയവർക്കും സ്വാഗത സംഘത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. അധ്യക്ഷൻ്റെ സമ്മതത്തോടുകൂടി യോഗം അവസാനിപ്പിക്കുകയാണ്.